ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളക്കടല മസാലക്കറിയും നല്ല അരിപ്പത്തിരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല അരിപ്പത്തിരിയും പിന്നെ നമ്മുടെ വെള്ളക്കടല മസാലക്കറി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോസ് മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണാം. അപ്പം നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അടുപ്പിലേക്ക് 2 സ്റ്റൗവും കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാനായിട്ട് ഒരു പാനും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് എടുത്തതിന് ശേഷം നമുക്കതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദോശക്കല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഓയിലോ വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മുടെ പത്തിരിപ്പൊടിയാണ് കേട്ടോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപ്പിട്ടിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒറോട്ടി അരിപ്പത്തിരി എന്നൊക്കെ പറയുന്നതിന് അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു അപ്പം ഉണ്ടോ ഇത്. അപ്പോൾ ഇത് ഉണ്ടാക്കി എടുക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതവിടെ ആയി വരട്ടെ. അത് വെന്ത് വരാനായിട്ട് ഇത്തിരി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇപ്പുറത്ത് ഒന്ന് ഇളക്കാനായിട്ട് മറന്നു പോകരുത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ പത്തിരിയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇല്ല എങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സവാളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയും നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ പത്തിരി ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൂടുതലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കരുത്. എന്നിട്ട് നമ്മൾ തക്കാളിയും സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് നമുക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. വേറെ കൂടുതലും പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അതും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കൊന്ന് ആ പത്തിരി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത പൊടികൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കെല്ലാം കൂടി എടുത്ത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, സൂപ്പർ അരിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഒറോട്ടി എന്നും പറയും ഇതിന്. അപ്പോൾ ഇത് ഇച്ചിരി വണ്ണത്തിലും കൂടി ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലാണ് ഉണ്ടാക്കിയത്. ഇതിലും നല്ല തടിയിലുണ്ടാക്കും കേട്ടോ. ഇനി നമ്മൾ വെള്ളക്കടല ഉപ്പിട്ട് തലേന്നേ വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഉപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തുണ്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കടലക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കുറുകിയുള്ള കറിയൊന്നുമല്ല, എന്നാലും അത്യാവശ്യം കട്ടിയുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, വേറെ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വെള്ളക്കടല മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അടുപ്പൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം കഴിച്ച് നോക്കാം കേട്ടോ. അപ്പം ഇതുപോലെ പത്തിരിയും ഈ മസാലക്കറി ഉണ്ടാക്കിയിട്ട് ഇല്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്, ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഫീഡ്ബാക്ക് അറിയിക്കുക. കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, നിങ്ങൾ പോയി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്